പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെ കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ ബലമായി മോചിപ്പിച്ചു. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് മോചിപ്പിച്ചത്. സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന എം.എൽ.എയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ രേഖകൾ ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഓഫീസ് കത്തിക്കുമെന്ന അടക്കമുള്ള ചില ഭീഷണി സ്വരങ്ങൾ എം.എൽ.എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ. അതെങ്ങനെയാണ് ഒരു എം.എൽ.എക്ക് ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരാളെ മോചിപ്പിക്കാനുള്ള അധികാരം നൽകുന്നത്? അത്തരത്തിലുള്ള ഒരു അധികാരം ഒരു എം.എൽ.എക്ക് ഇല്ലല്ലോ. പത്തനംതിട്ട കോന്നിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെ കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ ബലമായി മോചിപ്പിച്ചു. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് എം.എൽ.എയുടെ ഭീഷണി സ്വരം ഉയർന്നു കേട്ടത്. മിഥുൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. മിഥുൻ, ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു എം.എൽ.എക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും അവിടെ കസ്റ്റഡിയിലെടുത്ത ഒരാളെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാനുള്ള അധികാരം എം.എൽ.എക്ക് എങ്ങനെ കിട്ടി? കാരണം അത്തരത്തിലൊരു അധികാരം ഒരു എം.എൽ.എക്ക് ഇല്ലല്ലോ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏത് തരത്തിലുള്ള ഒരു ഗുണ്ടായിസവും കാണിക്കാനുള്ള അധികാരമൊന്നും ആരും നൽകിയിട്ടില്ല. നിലവിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കോന്നിയിലെ കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരാളെ പാടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കെ.യു. ജനീഷ് കുമാർ എത്തി ഈ കസ്റ്റഡിയിലുള്ള ആളെ ബലമായി മോചിപ്പിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ ഈ ആന ഷോക്കേറ്റ് മരിഞ്ഞ സ്ഥലത്തിന്റെ കൃഷിയിടത്തിന്റെ ഉടമയുടെ സഹായിയെയാണ് വനംവകുപ്പ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തത്. ഈ വിഷയത്തിലാണ് കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് എത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഈ കസ്റ്റഡിയിലുള്ള ആളെ നിർബന്ധപൂർവ്വം മോചിപ്പിച്ചുകൊണ്ട് പോയത്. ഉദ്യോഗസ്ഥരെ ശരിയായി ജോലി ചെയ്യാൻ എം.എൽ.എ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ആക്ഷേപം. കാട്ടാന ഷോക്കേറ്റ് ചെറിഞ്ഞ കേസിൽ കസ്റ്റഡിയെടുത്ത ആളെ മോചിപ്പിക്കാൻ വന്ന എം.എൽ.എയുടെ ഭീഷണിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. DSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് എം.എൽ.എ ഭീഷണി പ്രകടനം നടത്തുകയും ചെയ്യുന്നത്. കത്തിക്കുമെന്നും നക്സലുകൾ വരുമെന്നും എം.എൽ.എ ഈ ഭീഷണിയിൽ പറയുന്നുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം എം.എൽ.എ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വനംവകുപ്പ് ഓഫീസിലെത്തി പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഈ കസ്റ്റഡിയിലുള്ള ആളെ മോചിപ്പിച്ചുകൊണ്ട് പോയതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. ദേവിക. ശരി, എന്നാലും മിഥുൻ, ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ എം.എൽ.എക്കെതിരെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. കാരണം എം.എൽ.എ അവിടെ എത്തി ഒരു ഗുണ്ടായിസ മനോഭാവം കാണിച്ചുകൊണ്ടാണല്ലോ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഒരാളെ ഇറക്കിക്കൊണ്ടു പോയത്. വരുന്ന ഈ പ്രതിഷേധങ്ങളുടെയും എല്ലാം സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. അവർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എം.എൽ.എ ഇടപെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആക്ഷേപം. DSP ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ മുന്നിൽ വെച്ചായിരുന്നു എം.എൽ.എ ഭീഷണി പ്രകടനം നടത്തുകയും കസ്റ്റഡിയിലുള്ള ആളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒടുവിൽ നിർബന്ധപൂർവ്വം മോചിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് എം.എൽ.എക്കെതിരെ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രീതിയിൽ പോലീസിൽ പരാതി നൽകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഭീഷണിപ്പെടുത്തുന്നതിന്റെയും കൃത്യമായി തന്നെ ഈ ഓഫീസിന് തീവെക്കും, നക്സലുകൾ ഇറങ്ങും തുടങ്ങിയ ഭീഷണി നടത്തുന്നതും പ്രകോപനപരമായിട്ട് സംസാരിക്കുന്നതുമെല്ലാം ഇപ്പോൾ പ്രചരിക്കുന്ന. ശരി മിഥുൻ, എന്തായാലും ഒരു എം.എൽ.എ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടെ ജനീഷ് എം.എൽ.എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മിഥുൻ മുരളിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.